ഹായ് ഓൾ. നമ്മള് CVS ചാപ്റ്ററിൽ വരുന്ന റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, SAR ഓഫ് ACE ഇൻഹിബിറ്റേഴ്സ്. സോ AC ഇൻഹിബിറ്റേഴ്സ്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സിന്റെ SAR ആണ് ചോദിച്ചിരിക്കുന്നത്. സോ AC ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആന്റി ഹൈപ്പർ ടെൻസീവ് മെഡിക്കേഷൻസ് ആണ്. കാപ്റ്റോപ്രിൽ, എനലാപ്രിൽ, ലിസിനോപ്രിൽ, ഓക്കെ, അങ്ങനെ പ്രിൽ ആ എൻഡിൽ വരുന്ന ഡ്രഗ്സ് ഒക്കെയാണ് AC ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ. എന്താണ് അതിന്റെ മെക്കാനിസം? നമുക്കറിയാം, ഈ ആൻജിയോടെൻസിൻ 1 is converted into angiotensin 2 with the help of enzyme angiotensin converting enzyme ACE. ഓക്കെ, ACE എന്ന് പറയുന്ന എൻസൈം ആണ് ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആവുന്ന റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ആൻജിയോടെൻസിൻ 2 ഫോം ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ പവർഫുൾ വാസോ കോൺസ്ട്രക്ടർ. ഓക്കെ, അത് വാസോ കോൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ BP കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് കൊടുക്കുകയാണ്? AC ഇൻഹിബിറ്റേഴ്സ്, ക്യാപ്റ്റോപ്രിലൊക്കെ കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ ആൻജിയോടെൻസിൻ 2ന്റെ പ്രൊഡക്ഷൻ അവിടെ ബ്ലോക്ക് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ AC ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുമ്പോൾ ആൻജിയോടെൻസിൻ 2 ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്, ദാറ്റ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ BP. അങ്ങനെയാണ് AC ഇൻഹിബിറ്റേഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി അതിന്റെ ഡെറിവേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് വിത്ത് സൾഫ് ഹൈഡ്രൈൽ ഡെറിവേറ്റീവിന് എക്സാമ്പിൾ ആണ് കാപ്റ്റോപ്രിൽ. ഡൈകാർബോക്സിലേറ്റ് ഡെറിവേറ്റീവിന് എക്സാമ്പിൾ ആണ് എനലാപ്രിൽ, ലിസിനോപ്രിൽ. അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ഡെറിവേറ്റീവിന് എക്സാമ്പിൾ ആണ് ഫോസിനോപ്രിൽ. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ആക്ടിവിറ്റി നോക്കാം. അതായത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം സബ്സ്ട്രേറ്റിന്റെ സ്ട്രക്ചർ ആണ് ഈ വരുന്നത്. അതായത് ഈ ഡ്രഗ്സ് ഇതൊക്കെ AC ഇൻഹിബിറ്റേഴ്സ് ആണ്. അവരെ എവിടെ പോയിട്ടാണ് ആക്ട് ചെയ്യുക? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിനെ പോയിട്ടല്ലേ ആക്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലൊരു സിങ്ക് ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ദെൻ ഹൈഡ്രോഫോബിക് ബൈൻഡിങ് സൈറ്റുകൾ വരുന്നുണ്ട്, അയോണിക് ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് സൈറ്റും വരുന്നുണ്ട്. ഓക്കെ, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം, ഓക്കെ, അതാണ് ഇവിടെ സബ്സ്ട്രേറ്റ്, അതിന്റെ സ്ട്രക്ചർ ആണിത്. അതുപോലെ തന്നെ ഒരു നൈട്രജൻ റിംഗ് ഉണ്ട് ഇതിന്റെ സ്ട്രക്ചറിൽ ഒരു നൈട്രജൻ റിംഗ് കണ്ടെയ്നിങ് കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ ഒരു കാർബോക്സിലേറ്റ് ഗ്രൂപ്പ് വരുന്ന ഒരു സ്ട്രക്ചർ ഇതിലുണ്ട്. നൈട്രജൻ റിംഗ് കണ്ടെയ്നിങ് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, സോ ഇതാണ് ACE സബ്സ്ട്രേറ്റിന്റെ സ്ട്രക്ചർ വരുന്നത്. ഈ സ്ട്രക്ചറിലേക്ക് ഫിറ്റ് ആവുന്ന അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രക്ചറിനോട് മിമിക് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കും ACE ഇൻഹിബിറ്റേഴ്സിന് ഉണ്ടായിരിക്കുക. ഓക്കെ, ACE ഇൻഹിബിറ്റേഴ്സ് എന്നുള്ള ക്ലാസ് ഓഫ് ഡ്രഗ്സിന് ഉണ്ടായിരിക്കുക. ഇതിനെ മിമിക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് ഫിറ്റ് ആവുന്ന ഒരു സ്ട്രക്ചർ ആണ് ഉണ്ടായിരിക്കുക. സോ ആ ബേസിക് സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ബേസിക് സ്ട്രക്ചർ. സിങ്ക് ബൈൻഡിങ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ് R1 R2 ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ദെൻ ഹൈഡ്രജൻ ബോണ്ട് ആക്സെപ്റ്റർ ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ പറഞ്ഞു ACE സബ്സ്ട്രേറ്റിൽ എന്തുണ്ട്? നൈട്രജൻ കണ്ടെയ്നിങ് റിംഗ് വിത്ത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. അതിനെ മിമിക് ചെയ്യുന്ന രീതിയിൽ ഈ ACE ഇൻഹിബിറ്റേഴ്സിന്റെ സ്ട്രക്ചറിലും ഒരു നൈട്രജൻ റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ നൈട്രജൻ ആറ്റം സൂചിപ്പിക്കുന്നത്. അതാണ് ഒരു നൈട്രജൻ റിംഗ് ഉണ്ടായിരിക്കും കണ്ടെയ്നിങ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, COOH ഗ്രൂപ്പ്. ഓക്കെ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. സോ ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്: കാപ്റ്റോപ്രിൽ, ക്യുനാപ്രിൽ, എനലാപ്രിൽ, ലിൻഡോപ്രിൽ, ദെൻ ബെനാസെപ്രിൽ, ദെൻ ലിസിനോപ്രിൽ. കുറെ സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എന്താണ് ഈ ഒരു സ്ട്രക്ചറിനെ ACE സബ്സ്ട്രേറ്റിനെ മിമിക് ചെയ്യുന്ന രീതിയിൽ ഒരു നൈട്രജൻ റിംഗ് വിത്ത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എല്ലാത്തിലും കാണുന്നുണ്ട് അല്ലെ? നൈട്രജൻ ഗ്രൂപ്പ് വിത്ത് കാർബോക്സിലിക് ആസിഡ് ഇവിടെയും വരുന്നുണ്ട്. നൈട്രജൻ റിംഗ് വിത്ത് കാർബോക്സിലിക് ആസിഡ്, നൈട്രജൻ റിംഗ് വിത്ത് കാർബോക്സിലിക് ആസിഡ്. ഇത് എല്ലാ സ്ട്രക്ചറിലും ഉണ്ടായിരിക്കും, വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദി ആക്ടിവിറ്റി. അതിന്റെ ആക്ടിവിറ്റിക്ക് എസെൻഷ്യൽ ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്ന പോയിന്റ്, നമ്മൾ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ നൈട്രജൻ റിംഗില് ലാർജ് ലിപ്പോഫിലിക് ഹെട്രോസൈക്ലിക് റിംഗ്സ് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ,
ഈ നൈട്രജൻ റിങ്ങില് ലാർജ് ഹൈഡ്രോഫോബിക് ഹെട്രോസൈക്ലിക് റിങ്സ് അറ്റാച്ച്ഡ് ആണ്. കണ്ടോ, ലാർജ് ആയിട്ടുള്ള ഹൈഡ്രോഫോബിക് ഹെട്രോസൈക്ലിക് റിങ്സ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ദാറ്റ് ഇൻക്രീസസ് ദി പൊട്ടൻസി ആൻഡ് ഫാർമക്കോകൈനറ്റിക് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഈ നൈട്രജൻ റിങ്ങില് ലാർജ് ഹൈഡ്രോഫോബിക് ഹെട്രോസൈക്ലിക് റിങ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ലാർജ് ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഇൻക്രീസസ് ദി പൊട്ടൻസി ആൻഡ് ഫാർമക്കോകൈനറ്റിക് ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സിങ്ക് ബൈൻഡിങ് ഗ്രൂപ്പ്. ഈ സിങ്ക് ബൈൻഡിങ് സൈറ്റിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത്, സിങ്ക് ബൈൻഡിങ് ഗ്രൂപ്പ് ഓരോ കോമ്പൗണ്ടിലും ഡിഫറെന്റ് ആയിരിക്കും. സോ അത് ക്യാപ്റ്റോപ്രിലിന്റെ കേസിലാണെങ്കിൽ അത് സൾഫ് ഹൈഡ്രൈൽ ഗ്രൂപ്പാണ് സിങ്ക് ബൈൻഡിങ് ഗ്രൂപ്പ്. ഓക്കെ, സൾഫ് ഹൈഡ്രൈൽ ഗ്രൂപ്പാണ്. ലിസിനോപ്രിലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ് വരുന്നത്. ദെൻ ഫോസിനോപ്രിലിന്റെ സ്ട്രക്ചർ ഇതിലില്ല. ഫോസിനോപ്രിലിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിൽ ഫോസ്ഫോണിക് ആസിഡ് ആയിരിക്കും സിങ്ക് ബൈൻഡിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ സിങ്ക് ബൈൻഡിങ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യുന്ന സിങ്ക് ബൈൻഡിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫോസ്ഫോണിക് ആസിഡ് ആയിരിക്കും. ക്യാപ്റ്റോപ്രിലിന്റെ കേസിൽ സൾഫൈഡ്രൽ ഗ്രൂപ്പാണ്. ലിസിനോപ്രിലിന്റെ ഗ്രൂപ്പിൽ കാർബോക്സിലിക് ആസിഡ് ആണ്. മനസ്സിലായോ? അതുപോലെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഈ ക്യാപ്റ്റോപ്രിലും ലിസിനോപ്രിലും ഒഴികെയുള്ള ബാക്കി എല്ലാ AC ഇൻഹിബിറ്റേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും അതെല്ലാം എസ്റ്റേഴ്സ് ആണ്. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിൽ എസ്റ്ററിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എസ്റ്ററിഫിക്കേഷൻ നടന്നിട്ടുണ്ട്, ഇവിടെയും എസ്റ്ററിഫിക്കേഷൻ നടന്നിട്ടുണ്ട്, ഇവിടെ എസ്റ്ററിഫിക്കേഷൻ നടന്നിട്ടുണ്ട്, ഇവിടെ നടന്നിട്ടുണ്ട്. സോ എസ്റ്ററിഫിക്കേഷൻ നടന്നിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഈ മോളിക്യൂൾസിന്റെ എല്ലാം ബയോ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. സോ ഇതെല്ലാം പ്രോഡ്രഗ്സ് ആണ്. ഓക്കെ, ക്യാപ്റ്റോപ്രിലും ലിസിനോപ്രിലും ഒഴികെയുള്ള എല്ലാ AC ഇൻഹിബിറ്റേഴ്സിലും കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിന്റെ എസ്റ്ററിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ പ്രോഡ്രഗ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ എസ്റ്ററിഫിക്കേഷൻ നടക്കുമ്പോൾ അതിന്റെ ബയോ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. സോ ഇതെല്ലാം പ്രോഡ്രഗ്സ് ആണ്. ക്യാപ്റ്റോപ്രിലും ലിസിനോപ്രിലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ എസ്റ്ററിഫിക്കേഷൻ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആക്റ്റീവ് ഡ്രഗ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഡ്രഗ്സും പ്രോഡ്രഗ്സ് ആണ്. അത് മെറ്റബോളിക് കൺവേർഷൻ നടന്നാൽ മാത്രമേ ആക്റ്റീവ് ഡ്രഗ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, സോ നമ്മൾ എമംഗ് ദി AC ഇൻഹിബിറ്റേഴ്സ് ആക്റ്റീവ് ഡ്രഗ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് ക്യാപ്റ്റോപ്രിലും ലിസിനോപ്രിലും മാത്രമാണ്. ബാക്കിയെല്ലാം പ്രോഡക്ട്സ് ആണ്. അത് മെറ്റബോളിക് കൺവേർഷൻ നടന്നിട്ടാണ് ആക്റ്റീവ് ഡ്രഗ് ആയി മാറുന്നത്. മനസ്സിലായോ? അത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾ ആദ്യം ഇതാണ് ACE ഇൻഹിബിറ്ററിൽ ACE ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിൽ പോയിട്ടാണ് AC ഇൻഹിബിറ്റേഴ്സ് ആക്ട് ചെയ്യുക അല്ലെ. അതാണ് സബ്സ്ട്രേറ്റ്. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എന്ന് പറയുന്നതാണ് സബ്സ്ട്രേറ്റ്. ഇതാണ് സബ്സ്ട്രേറ്റ്. സോ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരു സിങ്ക് ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് സൈറ്റ് ഉണ്ട്, ഹൈഡ്രോഫോബിക് ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, അയോണിക് ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ഇവിടെ പോയി ബൈൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ AC ഇൻഹിബിറ്റേഴ്സിന്റെ എല്ലാം സ്ട്രക്ചേഴ്സ് വരുന്നത്. ഓക്കെ, സോ ഇതിനെ മിമിക് ചെയ്യുന്ന രീതിയിൽ ഒരു നൈട്രജൻ റിംഗ് ഉണ്ടായിരിക്കും വിത്ത് കാർബോക്സിലിക് ആസിഡ്. അതുപോലെ തന്നെ ഈ നൈട്രജൻ റിംഗിൽ ലാർജ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ലാർജ് ഹൈഡ്രോഫോബിക് ഹെട്രോസൈക്ലിക് റിംഗ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പൊട്ടൻസി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഈ സിങ്ക് ബൈൻഡിങ് സൈറ്റിൽ പോയി ആക്ട് ചെയ്യുന്ന സിങ്ക് ബൈൻഡിങ് ഗ്രൂപ്പ് ഓരോ കോമ്പൗണ്ട്സിലും ഡിഫറെന്റ് ആയിരിക്കും. ക്യാപ്റ്റോപ്രിലിന്റെ കേസിൽ അത് സൾഫ് ഹൈഡ്രൈൽ ഗ്രൂപ്പാണ്. ദെൻ ലിസിനോപ്രിലിന്റെ കേസിൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. ദെൻ ഫോസിനോപ്രിലിന്റെ കേസിൽ ഫോസ്ഫോണിക് ആസിഡ് ആയിരിക്കും. ദെൻ ക്യാപ്റ്റോപ്രിലും ലിസിനോപ്രിലും മാത്രമാണ് ആക്റ്റീവ് ഡ്രഗായി എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എസ്റ്ററിഫിക്കേഷൻ നടന്ന് അതിന്റെ ലിപ്പോഫിലിസിറ്റി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ദേ എക്സിസ്റ്റ് ആസ് പ്രോഡ്രഗ്. അതിന്റെ മെറ്റബോളിക് ആക്ടിവേഷൻ നടന്നാൽ മാത്രമേ ആക്റ്റീവ് ഡ്രഗ് ഫോം ചെയ്യുള്ളൂ. സോ അത്രയും പോയിന്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി AC ഇൻഹിബിറ്റേഴ്സ് ഡ്രഗ്സ് ആർ ആക്റ്റീവ്? ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഏതൊക്കെയാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്? എമംഗ് ദി AC ഇൻഹിബിറ്റേഴ്സ് 2 എണ്ണം മാത്രമാണ്. അതായത് ക്യാപ്റ്റോപ്രിലും ലിസിനോപ്രിലും മാത്രമാണ് ആക്റ്റീവ് ഡ്രഗ് ആയിട്ടുള്ളത്. രണ്ടിന്റെയും സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എസ്റ്ററിഫിക്കേഷൻ നടന്നിട്ടില്ല. ബാക്കി എല്ലാത്തിലും എസ്റ്ററിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രോഡ്രഗ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്യാപ്റ്റോപ്രിലും ലിസിനോപ്രിലും എസ്റ്ററിഫിക്കേഷൻ നടന്നിട്ടില്ല. അത് പ്രോഡ്രഗ്സ് അല്ല, ആക്റ്റീവ് ഡ്രഗ്സ് ആണ്.
Next question, what is the benefit of substitution of the ethyl-methyl side chain with a benzyl group in ACE inhibitors? അതായത് ACE ഇൻഹിബിറ്റേഴ്സിൽ നമ്മൾ ബെൻസിൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ഈഥൈൽ മീഥൈൽ സൈഡ് ചെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണോ കൂടുതൽ ബെനിഫിറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ബെൻസിൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. അതിന് കാരണം എന്താണ്? അതായത് ബെൻസൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മോർ ഹൈഡ്രോഫോബിക് ഗ്രൂപ്പാണ്, ലിപ്പോഫിലിക് ആണ്. ഓക്കെ, ഈഥൈൽ മീഥൈൽ സൈഡ് ചെയിന് കമ്പയർ ചെയ്യുമ്പോൾ മോർ ഹൈഡ്രോഫോബിക് ലിപ്പോഫിലിക് ആയിട്ടുള്ളത് ബെൻസൈൽ ഗ്രൂപ്പാണ്. ഈഥൈൽ മീഥൈൽ സൈഡ് ചെയിൻ എന്ന് പറയുന്നത് ലെസ് ഹൈഡ്രോഫോബിക് ആയിരിക്കും കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ ബെൻസൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ACE ഇൻഹിബിറ്റേഴ്സ് ആയിരിക്കും മോർ റിയാക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അതായത് ഈ ബെൻസൈൽ ഗ്രൂപ്പ് നമ്മൾ AC ഇൻഹിബിറ്റേഴ്സിൽ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് അതിന് എഫിനിറ്റി കൂടുതലായിരിക്കും. ആ ബൈൻഡിങ് സൈറ്റിലെ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിനെ അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള എഫിനിറ്റി കൂടുതലായിരിക്കും, ബൈൻഡിങ് എഫിനിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരായിരിക്കും മോർ റിയാക്റ്റീവ്. ബെൻസൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ACE ഇൻഹിബിറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ റിയാക്റ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ ബെൻസൈൽ ഗ്രൂപ്പ് ഷോസ് മോർ സ്റ്റെബിലിറ്റി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബൾക്കി റിംഗ് സ്ട്രക്ചർ. ബെൻസൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സ്റ്റെബിലിറ്റിയും കൂടും. ഓക്കെ, അതുപോലെ ഇംപ്രൂവ്ഡ് അബ്സോർപ്ഷൻ ആൻഡ് ബയോ അവൈലബിലിറ്റി. ബെൻസൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് മോർ ലിപ്പോഫിലിക് ആയിരിക്കും, അതുകൊണ്ട് അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും, ബയോ അവൈലബിലിറ്റിയും കൂടുതലായിരിക്കും. നമ്മൾ ലിസിനോപ്രിലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ ബെൻസൈൽ റിംഗ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ എനലാപ്രിൽ നോക്കുകയാണെങ്കിൽ ഈഥൈൽ മീഥൈൽ സൈഡ് ചെയിൻ ആണുള്ളത്. ഓക്കെ, ബെൻസൈൽ റിംഗ് ഉള്ളത് കൊണ്ട് ലിസിനോപ്രിൽ എന്തായിരിക്കും മോർ ലിപ്പോഫിലിക് ആയിരിക്കും. അതുപോലെ തന്നെ അതിനായിരിക്കും മോർ ബൈൻഡിങ് എഫിനിറ്റി ഉണ്ടായിരിക്കുക. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിൽ പോയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ബൈൻഡിങ് എഫിനിറ്റി കൂടുതൽ ഉണ്ടായിരിക്കുക ലിസിനോപ്രിലിനായിരിക്കും ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ബെൻസൈൽ റിംഗ്. അതുകൊണ്ട് അതായിരിക്കും മോർ പൊട്ടന്റ്. ലിസിനോപ്രിൽ ഈസ് മോർ പൊട്ടന്റ് ആൻഡ് ഹാവ് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ദാൻ എനലാപ്രിൽ. Next question, which functional group in enalapril increases the binding was the question asked. ഓക്കെ, എനലാപ്രിലിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതില് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് അതിന്റെ ബൈൻഡിങ് ഇൻക്രീസ് ചെയ്യുന്നത്? അത് അതിന്റെ സബ്സ്ട്രേറ്റിൽ ACE സബ്സ്ട്രേറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നതിനെ ഇൻക്രീസ് ചെയ്യുന്ന ആ ബൈൻഡിങ് ഇൻക്രീസ് ചെയ്യുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതില് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പാണ് വരുന്നത്. പ്രൊലൈൻ ഗ്രൂപ്പ്, എനലാപ്രിലിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇത് പ്രൊലൈൻ ഗ്രൂപ്പാണ്. ഓക്കെ, ഈ പ്രൊലൈൻ ഗ്രൂപ്പ് അതുപോലെ തന്നെ ഫീനൈൽ ഗ്രൂപ്പ്, ഈ രണ്ട് ഗ്രൂപ്പാണ് ബൈൻഡിങ്ങിനെ ഇൻക്രീസ് ചെയ്യുന്നത്. ഈ പ്രൊലൈൻ ഗ്രൂപ്പാണ് സിങ്ക് ബൈൻഡിങ് ഗ്രൂപ്പ്. ഓക്കെ, സിങ്ക് ബൈൻഡിങ് സൈറ്റിൽ ACE സബ്സ്ട്രേറ്റിൽ പോയിട്ട് സിങ്ക് ബൈൻഡിങ് സൈറ്റിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൊലൈൻ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക് ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത് ഫീനൈൽ ഗ്രൂപ്പാണ്. ഈ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുമാണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആ സബ്സ്ട്രേറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, എനലാപ്രിലിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ 4 ഫങ്ഷണൽ ഗ്രൂപ്പ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എയ്തർ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ചൂസ് ചെയ്യുക. ഓക്കെ, പ്രൊലൈൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫീനൈൽ ഗ്രൂപ്പ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് പ്രൊലൈൻ ഗ്രൂപ്പ്. പ്രൊലൈൻ ഗ്രൂപ്പാണ് സിങ്ക് ബൈൻഡിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സിങ്ക് ബൈൻഡിങ് ഗ്രൂപ്പ് ഇതാണ് നമ്മുടെ AC സബ്സ്ട്രേറ്റില് സിങ്ക് ബൈൻഡിങ് സൈറ്റില്ലേ അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത് പ്രൊലൈൻ ഗ്രൂപ്പാണ്. ഓക്കെ, മെയിൻലി കാർബോക്സിലേറ്റ് ഗ്രൂപ്പ്. ഈ പ്രൊലൈൻ ഗ്രൂപ്പിൽ തന്നെ കാർബോക്സിലേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഈ കാർബോക്സിലേറ്റ് ഗ്രൂപ്പാണ് പോയി സിങ്ക് ബൈൻഡിങ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനോക്സിഡിലിന്റെ സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. മിനോക്സിഡിൽ എന്താണ്? ഒരു ആർട്ടീരിയോളർ ഡൈലേറ്റർ ആണ്.
നമ്മൾ പ്രീവിയസ്ലി ആൻഡ് ഹൈപ്പർടെൻസീവ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ഫോർ ഹെയർ ലോസിലാണ് യൂസ് ചെയ്യുന്നത്. ഹെയർ ലോസിന്റെ ട്രീറ്റ്മെന്റിനാണ്. അതായത് ഹെയർ ഓയിൽസ്, നമ്മൾ ഇന്ദുലേഖ ഹെയർ ഓയിൽ ഒക്കെ യൂസ് ചെയ്തിരുന്നില്ല ഒരു സമയത്ത്. അതിലെല്ലാം മേജർ കണ്ടന്റ് വരുന്നത് മിനോക്സിഡിലാണ്. ഓക്കെ, ഹെയർ ലോസിനെ പ്രിവെന്റ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർട്ടീരിയോളർ ഡയലേറ്റർ ആണ്. സോ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പിരിമിഡിൻ റിങ് വരുന്നുണ്ട്. ദെൻ ഒരു പൈപിരിഡിൻ റിങ് വരുന്നുണ്ട്. പൈപിരിഡിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാച്ചുറേറ്റഡ് പിരിഡിൻ റിങ്. ഇതാണ് പൈപിരിഡിൻ റിങ് എന്ന് പറയുന്നത്. ദെൻ ഒരു പിരിമിഡിൻ റിങ് വരുന്നുണ്ട്. ദെൻ 2 അമിനോ ആസിഡ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മിനോക്സിഡിന്റെ സ്ട്രക്ചർ. നിങ്ങൾ ഈ ഗ്രൂപ്പ്സ് ഓർത്ത് വെക്കുക. അങ്ങനെ ഇതിന്റെ സ്ട്രക്ചർ ഓർത്ത് വെക്കുക കേട്ടോ. ഇതൊരു ആർട്ടീരിയോളർ വാസോഡൈലേറ്റർ ആണ്. പൊട്ടാഷ്യം ചാനൽ ആക്ടിവേറ്റർ ആണ്. അതുപോലെ തന്നെ സിവിയർ ഹൈപ്പർ ടെൻഷൻ വിത്ത് റീനൽ ഫെയിലിയർ ആൻഡ് നോട്ട് റെസ്പോണ്ടിങ് ടു അതർ ഏജൻസി. ഈ ഒരു കേസിൽ നമ്മൾ മിനോക്സിഡിൽ ഇപ്പോഴും ആന്റി ഹൈപ്പർ ടെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പേഷ്യന്റ്, ആൾക്ക് സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, റീനൽ ഫെയിലിയറും ആണ്, അതുപോലെ തന്നെ വേറെ ഒരു ഏജൻസിനോടും റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ മാത്രം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാറ്റിൻസിന്റെ SAR ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? HMG കോ എൻസൈം എ റിഡക്ടേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് സ്റ്റാറ്റിൻസ്. നമുക്കറിയാം കൊളസ്ട്രോൾ പ്രൊഡക്ഷനിലുള്ള ഒരു റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് HMG കോ എൻസൈം എ ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെവലോണേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പാണ്. ആൻഡ് ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് HMG കോ എൻസൈം എ റിഡക്ടേസ്. Okay. HMG coenzyme A reductase enzyme will convert HMG coenzyme A into mevalonate. ഈ മെവലോണേറ്റ് ആണ് ഫർദർ കൊളസ്ട്രോൾ ആയി മാറുന്നത്. ഓക്കെ, സോ നമ്മൾ സ്റ്റാറ്റിൻസ് കൊടുക്കുമ്പോൾ അത് എന്താണ് ചെയ്യുക? HMG കോ എൻസൈം എ റിഡക്ടേസ്, ആ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. HMG കോഎൻസൈം എ റിഡക്ടേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ അവിടെ എന്താണ്? ആ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ബ്ലോക്ക് ആവാണ്, കൊളസ്ട്രോൾ സിന്തസിസ് നടക്കില്ല. So statins will inhibit cholesterol synthesis and increases cholesterol breakdown. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ലെവൽ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. HDL കൊളസ്ട്രോൾ ലെവൽ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. HDL എന്ന് പറയുമ്പോൾ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്, അത് ഗുഡ് കൊളസ്ട്രോൾ ആണ്, അത് ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റാറ്റിൻസിന്റെ എക്സാമ്പിൾ ആണ് ലോവാസ്റ്റാറ്റിൻ, ഫ്ലൂവാസ്റ്റാറ്റിൻ, എറ്റോർവാസ്റ്റാറ്റിൻ, പ്രാവാസ്റ്റാറ്റിൻ. അതെല്ലാം സ്റ്റാറ്റിൻസിന്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ഇതാണ് ഇതിന്റെ ജനറൽ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ACE ഇൻഹിബിറ്റേഴ്സിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്, സ്റ്റാറ്റിൻസിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ ആയിട്ട് വരുന്നത് ഇതാണ്. ഒരു ലാക്ടോൺ റിങ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ലാക്ടോൺ റിങ്. ഈ ലാക്ടോൺ റിങ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ആക്ടിവിറ്റി ആൻഡ് മേക്സ് പ്രോഡ്രഗ് വിച്ച് ക്യാൻ ബി ഹൈഡ്രോളൈസ്ഡ്. അതായത് ഈ ലാക്ടോൺ റിങ് സ്റ്റാറ്റിൻസിന്റെ ആക്ടിവിറ്റിക്ക് എസെൻഷ്യൽ ആണ്. അതുപോലെ തന്നെ ഈ ലാക്ടോൺ റിങ് ആണ് ഇതിനെ, ഈ ഒരു കോമ്പൗണ്ടിനെ പ്രോഡ്രഗ് ആക്കി മാറ്റുന്നത് ഈ ലാക്ടോൺ റിങ് ആണ്. സോ ഇതൊരു പ്രോഡ്രഗ്, സ്റ്റാറ്റിൻസ് ഒരു പ്രോഡ്രഗ് ആയിരിക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലാക്ടോൺ റിങ് ആണ്. ഈ ലാക്ടോൺ റിങ്ങിനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ടാണ് ആക്റ്റീവ് ഡ്രഗ് ഫോം ചെയ്യുക. സോ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഈ ലാക്ടോൺ റിങ്ങിൽ ഹൈഡ്രോളിസിസ് നടന്നിട്ടാണ് നമുക്ക് ആക്റ്റീവ് ഡ്രഗ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു എത്തിലിൻ ബ്രിഡ്ജ് വരുന്നുണ്ട്, CH2CH2. ഇതൊരു എത്തിലിൻ ബ്രിഡ്ജ് ആണ് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദി ആക്ടിവിറ്റി. ദെൻ ഹെക്സാ ഹൈഡ്രോ നാഫ്തലിൻ റിംഗ് ആണ്. ഓക്കെ, ഇതൊരു നാഫ്തലിൻ റിംഗ് ആണ്. അവിടെ പാർഷ്യലായിട്ട് ഹൈഡ്രോജനേഷൻ നടന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹെക്സാ ഹൈഡ്രോ നാഫ്തലിൻ റിംഗ് ആണ്. ദാറ്റ് ആങ്കർ ദി കോമ്പൗണ്ട് ഓൺ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈം. ഓക്കെ, സോ സ്റ്റാറ്റിൻസ് ഏത് എൻസൈമിലാണ് ആക്ട് ചെയ്യുക? HMG കോ എൻസൈം റിഡക്ടേസ് എന്നുള്ള എൻസൈമിലാണ് ആക്ട് ചെയ്യുക. ആ എൻസൈമിൽ പോയി ഈ സ്റ്റാറ്റിൻസ് ആങ്കർ ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഹെക്സാ ഹൈഡ്രോ നാഫ്തലിൻ റിംഗ് ആണ്. Okay, which is essential for the activity of statins. അതുപോലെ തന്നെ ഈ ഹെക്സാ ഹൈഡ്രോ നാഫ്തലിൻ റിംഗ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് 5 or 6 മെമ്പേർഡ് ഹെട്രോസൈക്ലിക് റിംഗ്. ഓക്കെ, 5 or 6 മെമ്പേർഡ് ഹെട്രോസൈക്ലിക് റിംഗ്സ് വെച്ചിട്ട് നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാം. അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് മോർ പൊട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് കിട്ടുക. അതിന് എക്സാമ്പിൾ ആണ് ഫ്ലൂവാസ്റ്റാറ്റിൻ, എറ്റോർവാസ്റ്റാറ്റിൻ അല്ല. സോ ഫ്ലൂവാസ്റ്റാറ്റിൻ, അറ്റോർവാസ്റ്റാറ്റിൻ ഒക്കെ നോക്കുകയാണെങ്കിൽ അതില് നാഫ്തലിൻ റിങ്ങിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നാഫ്തലിൻ റിങ്ങിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്.
5 or 6 മെമ്പേർഡ് ഹെട്രോസൈക്ലിക് റിങ്സ് വെച്ചിട്ട് നാഫ്തലിൻ റിങ്ങിനെ ഹെക്സ ഹൈഡ്രോ നാഫ്തലിൻ റിങ്ങിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ പൊട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് കിട്ടുക. ദെൻ ഇവിടെ ഒരു മീഥിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ദാറ്റ് ഇൻക്രീസസ് ദി ആക്ടിവിറ്റി. സിംവാസ്റ്റാറ്റിനിൽ ഈ മീഥിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിംവാസ്റ്റാറ്റിൻ മോർ ആക്റ്റീവ് ആണ്, മോർ പൊട്ടന്റ് ആണ് ദാൻ ലോവോസ്റ്റാറ്റിൻ. ലോവോസ്റ്റാറ്റിനിൽ ഈ മീഥിൽ ഗ്രൂപ്പ് വരുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു മീഥിൽ ഗ്രൂപ്പ് ഇല്ലേ, അതായത് ഇത് മീഥിൽ ഗ്രൂപ്പ് സിംവാസ്റ്റാറ്റിനിൽ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് മോർ ആക്റ്റീവ് ആണ്. ലോവോസ്റ്റാറ്റിനിൽ ഈ മീഥിൽ ഗ്രൂപ്പ് ഇല്ല. സോ ദാറ്റ് ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ സിംവാസ്റ്റാറ്റിൻ. ദെൻ ഇവിടെ ഒരു മീഥിൽ ബ്യൂട്ടൈറിക് എസ്റ്റർ വരുന്നുണ്ട്. 2 മീഥിൽ ബ്യൂട്ടൈറിക് എസ്റ്റർ വരുന്നുണ്ട്. ഈ എസ്റ്ററിനെ നമ്മൾ ഈതർ ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആക്ടിവിറ്റി കുറയാണ് ചെയ്യുക. 2 മീഥിൽ ബ്യൂട്ടൈറിക് എസ്റ്റർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഈതർ ആക്കി കൺവേർട്ട് ചെയ്താൽ അതിന്റെ ആക്ടിവിറ്റി കുറയാണ് ചെയ്യുക. ദെൻ ഇതാണ് നമ്മൾ SAR നോക്കി. ദെൻ ഇതാണ് ജനറൽ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ദെൻ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രക്ചർ ഓഫ് ബീറ്റാ ബ്ലോക്കേഴ്സ് ആൻഡ് ആസ്ക് റിമൂവിങ് വിച്ച് പാർട്ട് വിൽ മേക്ക് ഇറ്റ് മോർ പോളാർ. സോ ബീറ്റാ ബ്ലോക്കേഴ്സിന്റെ സ്ട്രക്ചറിൽ ഏത് ഗ്രൂപ്പ് റിമൂവ് ചെയ്താലാണ് അത് കൂടുതൽ പോളാറായി മാറുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പാർട്ട് 1. അതായത് ഇതാണ് ജനറൽ സ്ട്രക്ചർ ഓഫ് ബീറ്റാ ബ്ലോക്കേഴ്സ്. ബീറ്റാ ബ്ലോക്കേഴ്സ് വിത്ത് ആരയിൽ പ്രൊപ്പനോൾ അമീൻ സ്ട്രക്ചർ. ആരയിൽ പ്രൊപ്പനോൾ അമീൻ സ്ട്രക്ചർ, അതായത് അതിന്റെ ജനറൽ സ്ട്രക്ചർ ആണ് വരുന്നത്. ദെൻ ഇവിടെ ഒരു ഓക്സി ഗ്രൂപ്പ് ഉണ്ട്. ഈ ഓക്സി ഗ്രൂപ്പ് അതിന്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ, ബീറ്റ ബ്ലോക്കിംഗ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ജനറൽ സ്ട്രക്ചർ. സോ ഈ ആർ ഗ്രൂപ്പ് നിങ്ങൾ കണ്ടോ, ഈ ആർ ഗ്രൂപ്പ് ആണ് ഡിറ്റർമൈൻസ് ഓവറോൾ പൊളാരിറ്റി ഓഫ് ദി ഡ്രഗ്. ഓക്കെ, ഈ ആർ ഗ്രൂപ്പ് ആണ് ഓവറോൾ പൊളാരിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ ആർ ഗ്രൂപ്പില് നമ്മൾ ആൽക്കിൽ റിച്ച് ഗ്രൂപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ആൽക്കിൽ ഗ്രൂപ്പ് ആൽക്കിൽ റിച്ച് ഗ്രൂപ്പ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡ്രഗ് മോർ ലിപ്പോഫിലിക് ആയി മാറും, ഹൈഡ്രോഫോബിക് ആയി മാറും. ഓക്കെ, അതായത് ആർ ഗ്രൂപ്പില് നമ്മൾ ആൽക്കിൽ റിച്ച് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡ്രഗ് മോർ ലിപ്പോഫിലിക് ആയി മാറും, അതായത് ഹൈഡ്രോഫോബിക് ആയി മാറും. അതുപോലെ തന്നെ ഈ ആൽക്കിൽ ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായി മാറും, അതുപോലെ തന്നെ പോളാർ ഗ്രൂപ്പ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ കോമ്പൗണ്ട് മോർ പോളാർ ആയി മാറും. ഓക്കെ, സിമ്പിൾ ആണ്. ഈ ആർ ഗ്രൂപ്പാണ് പൊളാരിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ ആർ ഗ്രൂപ്പാണ് പൊളാരിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആർ ഗ്രൂപ്പിൽ നമ്മൾ ആൽക്കിൽ റിച്ച് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ലിപ്പോഫിലിക് ആയിട്ടാണ് മാറുക, നോൺ പോളാർ ലിപ്പോഫിലിക് ആയിട്ടാണ് മാറുക. സോ ഈ ആൽക്കിൽ ഗ്രൂപ്പിനെ എല്ലാം റിമൂവ് ചെയ്ത് പോളാർ ഗ്രൂപ്പ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായി മാറും, മോർ പോളാർ ആയി മാറും. അതാണ് ആൻസർ വരുന്നത്. നമുക്കിതിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രപ്രനലോളിന്റെ കേസിൽ ഇവിടെ ആൽക്കിൽ ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലെ, ആൽക്കിൽ ഗ്രൂപ്പ്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ബൾക്കി ഫ്യൂസ്ഡ് ബെൻസീൻ റിങ്ങും വരുന്നുണ്ട് അല്ലെ, ബൾക്കി ആയിട്ടുള്ള ഫ്യൂസ്ഡ് ബെൻസീൻ റിങ്ങും വരുന്നുണ്ട്. ഓവറോൾ എന്താണ്, നോൺ പോളാർ ഗ്രൂപ്പ്സ്, ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ്സ് ആണ് പ്രപ്രനലോളിൽ കൂടുതൽ ഉള്ളത്. ഇനി എറ്റനലോളിന്റെ കേസ് നോക്കുകയാണെങ്കിൽ മോർ പോളാർ ഗ്രൂപ്പ്സ്, ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ്സ് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ എറ്റനലോൾ മോർ പോളാർ ആയിരിക്കും. പ്രൊപ്പനലോൾ നോൺ പോളാർ ആണ്, ഹൈഡ്രോഫോബിക് ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ആ ആർ ഗ്രൂപ്പാണ് പൊളാരിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ആർ ഗ്രൂപ്പിൽ നമ്മൾ ആൽക്കൈൽ ബൾക്കി ഗ്രൂപ്പ്സ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഹൈഡ്രോഫോബിക് ഗ്രൂപ്പുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കോമ്പൗണ്ടും ഹൈഡ്രോഫോബിക് ആയിട്ട് മാറും, നോൺ പോളാർ ആയിട്ട് മാറും. സോ എന്ത് ചെയ്യണം, ഈ ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ്സ് അവിടെ നിന്ന് മാറ്റിയിട്ട്, ആറിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ പോളാർ ഗ്രൂപ്പ്സിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓവറോൾ നമ്മൾ പോളാർ ഗ്രൂപ്പ്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂട്ടുക. അങ്ങനെയായിട്ട് മാറുമ്പോൾ ബീറ്റ ബ്ലോക്കേഴ്സ് മോർ പോളാർ ആയി മാറും.